സ്പൈഡർ ഞണ്ടോ? മണമുണ്ടാ? കഴിച്ചോ? കഴിക്കാം. കഴിച്ചോളൂ. ഞെട്ടിച്ചോളൂ. അമ്മൂമ്മ തരൂ. നമ്മൾ ഈ ഞണ്ട് പിടിക്കാൻ പോകുക. സ്പൈഡർ ഞണ്ടോ? മണമുണ്ടാ? ഞണ്ടും ചോറല്ലേ പറഞ്ഞു. ഇതാ നോക്കിച്ചേ, ഈ പടാടി ചട്ടിയാണല്ലേ. ഞണ്ടെടുക്കട്ടെ? എടുക്കുന്നേ. ഞണ്ട് പിച്ചണിനെ നമ്മൾ ഞണ്ട് പിടിക്കാൻ പോകുന്നതാണ്. അയ്യോ, സൂപ്പർ ഓറ അച്ഛൻ്റെ ക്യാമറ നോക്കിയിട്ട്. ഞാനിന്ന് കൗവായിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ ഉത്സവമാണ് ഈ മാസം ലാസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇത് ഭാഗമായിട്ട് പിന്നെ അച്ഛൻ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ വർക്കായതുകൊണ്ട് അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം അച്ഛനാണ് ചെയ്യുന്നത്. അപ്പോൾ പണിക്കാരൊക്കെ വീട്ടിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മേനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോയതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ പോയ സമയത്ത് മോന് ഞണ്ട് ചോറും കൊടുത്തും ഭയങ്കര ഇഷ്ടമായിന്. അപ്പോൾ എപ്പോഴും ഇവിടെ നാട്ടിൽ ഇവിടെ വന്നപ്പോഴേക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അമ്മയും ഞണ്ടും ചോറും അതുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയപ്പോൾ മാമൻ കുറച്ച് ഞണ്ട് കുഞ്ഞിന് എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്ന വീട്ടിന് അമ്മ അതിനെ ക്ലീൻ ചെയ്ത് ഫ്രൈ ആക്കിയിട്ട് എനിക്ക് ഇലയിൽ പൊതിഞ്ഞ് ഇങ്ങോട്ട് തന്നു വിട്ടിന്. അതാണ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞണ്ട് ടേസ്റ്റ് ഉണ്ടാ മാമ? ഞണ്ട് സൂപ്പറായിരുന്നു പറഞ്ഞു സൂപ്പറായി പോലെ. അച്ചാച്ചനാണ്, മാമനല്ല. നമുക്ക് ഇപ്പം ഇവിടെ അനൂപേട്ടൻ്റെ നാട്ടിൽ ഇവിടെ കടൽ മീന് കിട്ടൂലോ. കൂടുതൽ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള പുഴയിലെ മീന് ഞണ്ട് അങ്ങനെയൊന്നും ഇവിടെ കിട്ടൂല. അപ്പോൾ ഈ നാട്ടിൽ പോയാൽ ഇതുപോലെയുള്ള ഫ്രഷ് ആയിട്ട് ഞണ്ട് ചെമ്മീൻ മീനെല്ലാം കഴിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. കാരണമല്ല, ഞണ്ട് കടലിലെ ഞണ്ടിൻ്റെയും ഈ ഒരു ഞണ്ടിൻ്റെയും ഇറച്ചിയും ഡിഫറെൻ്റ് ആണ്. ഇതിൽ ഇറച്ചി കൂടുതലാണ്. ഇതിനാണ് എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. മോൻ വയറ് നിറച്ച് ചോറ് കഴിക്കുന്നത് എൻ്റെ വീട്ടിൽ പോയാലാണ്. കാരണം നമുക്ക് ചിക്കനെല്ലാം വേണം, പക്ഷെ ഇവന് ചിക്കനോടൊന്നും വലിയ താല്പര്യമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ മീൻ ഞണ്ട് ഇതെല്ലാം വേണം. അപ്പം വീട്ടിലെത്തിയപാട് അമ്മയോട് പറയും, അമ്മമ്മേ മീമി ചോറും ഉണ്ടോയെന്നാണ് ചോദിക്കുക. കാരണം അമ്മക്കറിയാം ഇവന് എന്താ കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അമ്മയും അച്ഛനെല്ലാം നേരത്തെ ഇവന് വേണ്ടിയിട്ടുള്ളതെല്ലാം റെഡിയാക്കി വെക്കും. പോയപാട് ഇവന് ഫുഡ് കൊടുക്കും. ഭയങ്കര ഇഷ്ടമായതെല്ലാം. അച്ഛൻ കഴിക്കാം, മോൻ കഴിച്ചോ? അച്ഛനും കഴിച്ചോ? കഴിക്കാം. കഴിച്ചോളൂ. ഇപ്പൊ കഴിച്ചോ? ഇല്ലെങ്കിൽ തീരും പറ. ഇപ്പൊ കഴിച്ചു. ഇല്ലെങ്കിൽ തീരുന്നില്ലേ? എല്ലാം തീരും. ഞാൻ പിന്നെ ഒന്നും തരൂല. ഒന്നും കഴിച്ചില്ല. അങ്കമ്പാടി പൊടിയാ കഴിച്ചേ. 2 പ്രാവശ്യം കഴിച്ച്. ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ കൊണ്ടുവരുന്നുണ്ട്. ഞാനത് ഞണ്ട് കൊണ്ടുവരുന്ന ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ കാത്തു ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞില്ല. അമ്മയെ സൂത്രം കൊണ്ടുവരുന്നത് മാത്രം പറഞ്ഞു. ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു മോനൊരു സൂത്രം ഉണ്ട് എന്ന്. അമ്മമ്മയോട് താങ്ക് യു പറഞ്ഞേ. അമ്മമ്മയോട് താങ്ക് യു. അമ്മ ഇങ്ങോട്ട് ഫോണിലേക്ക് അമ്മമ്മ താങ്ക് യു. ഒരു തെരണ്ടിയും കിട്ടി മാമനി. ഫോട്ടോ അല്ലേ? ഫോട്ടോ അല്ല, അത് വീഡിയോ ഞാൻ അയച്ചത്. അതിന് എന്നിട്ട് അമ്മ നടന്ന് വറുത്തരച്ചിട്ട് കറി വെച്ച്. ആ തെരണ്ടി മാവന് രാവിലെ കിട്ടിയത് വലിയ തെരണ്ടിയല്ലേ? അത് വലിയ തെരണ്ടി. ആ വീഡിയോ നമ്മളിതിനകത്തൊന്ന് കാണിക്കാം. വലിയ തെരണ്ടി അല്ലേ രാവിലെ? നമ്മൾ സാധാരണ മീനും ചോറും ചിക്കനും ചോറും എന്ന് പറയുന്നതാണ്. ഈതൻ ഞണ്ടും ചോറും. എന്താ പറഞ്ഞന്ന്? 1 2 3 4 5 on one side. പൊട്ടിക്കുന്നില്ലേ? പൊട്ടിക്കാൻ പറ്റുന്നില്ല. നല്ല ഉറപ്പ്.
സദ്യ കഴിക്കുന്ന ഞണ്ട് നമ്മളെ ഒന്നിപ്പിക്കുന്നതാണ്. നമ്മളെ സദ്യ ഞണ്ട് അല്ലേ? നല്ല സദ്യ ഞണ്ടാണ്. അവിടെ വീടെടുക്കുന്നതാണ് ഈ ഞണ്ടാണ്. ഈ എല്ലാ 1 2 3 4 5 എഴുതുന്ന പട്ടികയാണ്. പറഞ്ഞു നമ്മള് കൗവായിൽ പോയാൽ എപ്പോഴും ഇതാ കഴിക്കല് പറഞ്ഞു. നമ്മൾ കവാലി എപ്പോ കഴിക്കും, ഇതൊന്നത് കഴിക്കുന്നതാണ്. എനക്ക് ഇത് വീഡിയോ എടുത്തിട്ട് ഇത് മണം കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ എടുക്കട്ടെ, എടുത്തോ അച്ഛൻ കഴിച്ചു നോക്കട്ടെ. അടുത്തോ അച്ഛൻ കഴിക്കട്ടെ. ഈ കടിച്ചു നോക്കട്ടെ. അത് എച്ചിലാണ്. പൊട്ടിക്കണം. പൊട്ടിക്കുന്നതാണ്. അമ്മ പൊട്ടിക്കണം. സൂപ്പർ. സൂപ്പറാണ്. വീടെടുക്കുന്നതാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. കടന്നേ അതാ ബസ്സിൽ കയറിയ പാടം തന്നെ വേറൊരാള് സ്പ്രേ അടിച്ചിട്ട് ഭയങ്കര ഒരു വല്ലാത്തൊരു സ്മെല്ല്. അതിൻ്റെ സ്മെല്ല് കൊണ്ട് എനിക്ക് വോമിറ്റിങ് ചെയ്യാനെല്ലാം തോന്നി. പിന്നെ അവിടെ എത്തി പയ്യന്നൂർ എത്തിയ പാട് ആദ്യം ഒരു ലൈം കുടിച്ച് എന്നിട്ടാണ് നേരെ ഓട്ടോയിൽ വീട്ടിലേക്ക് പോയത്. ആടെത്തുമ്പോഴേക്കും ഒന്നും കഴിക്കാം. ഇതെല്ലാം കണ്ട അമ്മ മറ്റേ കരിമീൻ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തെരണ്ടി, മാമനൊരു തെരണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തെരണ്ടിയും വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ട്. അപ്പം ഉണ്ടായിരുന്നു. ഞണ്ടും ആ സമയത്ത് അമ്മ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് തിന്നാൻ തോന്നുന്നില്ല. ഞാൻ നേരെ വന്ന് വീട്ടിലിരിക്കുമ്പോഴേക്കുണ്ട് അമ്മ സ്പ്രേ എടുത്തു കൊണ്ടിരുന്ന്. അല്ലെങ്കിൽ സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്ന് കിടന്ന് പിന്നെ ഉച്ചക്ക് കഞ്ഞിയും അച്ചാറും തിന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. നീ കഞ്ഞി അച്ചാറ് തിന്നു ഉച്ചക്കല്ലേ? അവിടെ പോയാൽ ഇങ്ങനത്തെ ഫ്രഷായിട്ട് കിട്ടും. പക്ഷെ നമ്മൾ വല്ലപ്പോഴേ പോവാറുള്ളൂ. ഇത് സുബജി കിട്ട മധുരം പഴുത്ത മാങ്ങ അച്ഛൻ വെള്ളം എടുത്തരാം. പറ്റില്ല. അമ്മ കടിക്കുന്ന പല്ല് പൊട്ടിയിട്ടില്ലല്ലോ. പൊന്ന് പൊട്ടിച്ചില്ല. അച്ഛനോട് പൊട്ടിക്കാൻ പറ. അച്ഛന് പൊട്ടിക്കേ പൊട്ടിക്കൂടെ? അച്ഛൻ പൊട്ടിച്ചതാ. പൊട്ടിക്ക. അച്ഛൻ പൊട്ടിക്കുന്നോ? താടിയെല്ലാം കൂട്ടിയല്ലേ ഇവന്റെ കട്ടി നോക്കിയാട്ടെ. എന്താ നിറച്ച് ഇറച്ചിയാ. ഇറച്ചിയണ്ടാ? എലിയാണ്. എലിയല്ല, ഞണ്ടിന്റെ കാല്. ഞണ്ടിന്റെ കാല്. ഈ ഞണ്ടിന്റെ കാലില്ലേ? വലിയ ഞണ്ട്. അപ്പൊ ഞണ്ട് കൊതിയനായി എഴുത മതിയാക്കി. ഓൻ്റെ വയറ് നിറഞ്ഞ്. അപ്പോൾ അതായത് ഇത്രയും ബാക്കിയുണ്ട്. ഓൻ തിന്നതിൻ്റെ ബാക്കിയാണത്. അപ്പോൾ ഇതിലൊരു പീസ് ഇപ്പം ചോറിലായതുകൊണ്ട് ഇത് ഞാനെടുത്ത് കഴിക്കുന്നത്. ബാക്കി അങ്ങനെ എടുത്ത് വെക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ അത്ര ഫ്രഷ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം കിട്ടൂല. അതുകൊണ്ട് ഓനിയായിട്ട് കൊണ്ടുവന്നതുകൊണ്ട് ഓനിയായിട്ട് ബാക്കിന് രാത്രിത്തേക്ക് മാറ്റി വെക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.